ഇന്ത്യൻ ഓട്ടോമൊബൈൽ വ്യവസായത്തെ ജ്വലിപ്പിച്ച ഒസാമു സുസുക്കി 94 അന്തരിച്ചു. രാജ്യത്ത് ലാഭകരമായ ഒരു ഓട്ടോമൊബൈൽ കമ്പനി ഉണ്ടെന്ന് മറ്റാരും വിശ്വസിക്കാത്തപ്പോൾ ഇന്ത്യയെ റിസ്ക് എടുത്ത് പന്തയം വെച്ച മനുഷ്യൻ ഒസാമു സുസുക്കി 94 അന്തരിച്ചു. ഒസാമു സുസുക്കി ഒരു ജാപ്പനീസ് വ്യവസായിയും സുസുക്കി മോട്ടോർ കോർപ്പറേഷന്റെ ചെയർമാനുമായിരുന്നു. 1978 മുതൽ അദ്ദേഹം കമ്പനിയുടെ പ്രസിഡന്റോ ചെയർമോ അല്ലെങ്കിൽ സിഇഒ ആയിരുന്നു. 2021 ഫെബ്രുവരിയിൽ സുസുക്കി 2021 ജൂണിൽ വിരമിക്കുമെന്നും ഒരു ഉപദേശകനാകുമെന്നും കമ്പനി പ്രഖ്യാപിച്ചു. 1930 ജനുവരി 30 ഹിഡ നദിയുടെ തീരത്തുള്ള ഒരു നഗരമായ ഗിഫു പ്രിഫെക്ചറിലെ ഗെറോയിലാണ് ഒസാമു മാറ്റ്സുഡ ജനിച്ചത്. ഒരു പ്രാദേശിക ബാങ്കിൽ ലോൺ ഓഫീസർ. സുസുക്കി മോട്ടോർ കോർപ്പറേഷന്റെ മിച്ചിയോ സുസുക്കിയുടെ ഗോത്രപിതാവായ ഷോക്കോ സുസുക്കിയെ വിവാഹം കഴിച്ചതോടെ അദ്ദേഹത്തിന്റെ ജീവിതം വഴിത്തിരിവായി. സുസുക്കി കുടുംബത്തിന് ഒരു പുരുഷ അവകാശി ഇല്ലാതിരുന്നതിനാൽ ഒസാമു കുടുംബത്തിൽ വിവാഹിതനായി. ജാപ്പനീസ് ആചാരപ്രകാരം ഒസാമു സുസുക്കി എന്ന കുടുംബപ്പേർ സ്വീകരിച്ചു ഒസാമു സുസുക്കിയായി. ഒസാമു സുസുക്കി 1958 സുസുക്കി മോട്ടോർ കോർപ്പറേഷനിൽ ചേർന്നു. ജൂനിയർ മാനേജ്മെന്റ് തസ്തികകളുൾപ്പെടെ വിവിധ തസ്തികകളിൽ പ്രവർത്തിച്ച് 1963 ഡയറക്ടറായി ഉയർന്നു. 1967 ജൂനിയർ മാനേജിംഗ് ഡയറക്ടറായി, സീനിയർ മാനേജിംഗ് ഡയറക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ചു. 1972 1978 ഒസാമു കോർപ്പറേഷന്റെ പ്രസിഡന്റും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ആയി. 2000 സുസുക്കി മോട്ടോർ കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്നതിനായി അദ്ദേഹം സിഇഒ സ്ഥാനത്തുനിന്നും പടിയിറങ്ങി. സുസുക്കി മോട്ടോർ കോർപ്പറേഷന്റെ തലവനായി 3 പതിറ്റാണ്ടിലേറെയായി. ആഗോള വാഹന വ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച നേതാക്കളിൽ ഒരാളാണ് ഒസാമു സുസുക്കി. അടുത്തിടെ ഒസാമു സുസുക്കിയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നുവരുന്നു. ഇത് ഏറ്റെടുക്കുന്നതിനായി അലങ്കരിച്ച ഒസാമുവിന്റെ മരുമകൻ ഹിരോതക ഒനോയുടെ മരണത്തെ തുടർന്ന് ചർച്ചകൾ ആരംഭിച്ചു.